ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 20ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും അതുപോലെ തന്നെ റൂമറുകളുമാണ് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഇന്ന് 16 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നൽകാറുള്ളത്. അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അത് മറ്റാരുമല്ല, നിക്കോ വില്യംസ് ആണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള FC ബാഴ്സലോണയുടെ ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതായത് ബാഴ്സ നിക്കോയുമായി പേഴ്സണൽ എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. 6 വർഷത്തെ കരാറിലായിരിക്കും നിക്കോ വില്യംസ് ബാഴ്സയുമായി ഒപ്പുവെക്കുക. 2031 വരെയുള്ള കരാറിൽ ഒപ്പുവെക്കും. ഒരു സീസണിൽ 7-8 മില്യൺ യൂറോയായിരിക്കും അദ്ദേഹത്തിൻ്റെ സാലറി ആയിക്കൊണ്ട് വരിക. ഇനി അത്ലറ്റിക് ക്ലബ്ബുമായുള്ള ഇടപാട് തീർക്കാനാണ് FC ബാഴ്സലോണ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിക്കോ ബാഴ്സയിലേക്കാണ് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തേത് തോമസ് പാർട്ടിയാണ്. ഈ താരം ആഴ്സണൽ വിടുകയാണ്. കരാർ പുതുക്കാനുള്ള ചർച്ചകൾ എങ്ങും എത്താതെ പോയിട്ടുണ്ട്. ഫ്രീ ഏജന്റ് ആയിക്കൊണ്ടായിരിക്കും തോമസ് പാർട്ടി ക്ലബ്ബ് വിടുക. ഏത് ക്ലബിലേക്ക് പോകും എന്നുള്ളത് വ്യക്തമായിട്ടില്ല. മൂന്നാമത്തേത് ജിയാൻ ലൂയിജി ഡൊണ്ണാരുമയാണ്. ഈ ഗോൾ കീപ്പർ PSG തന്നെ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല ക്ലബ്ബുമായി കോൺട്രാക്റ്റ് പുതുക്കാനുള്ള ചർച്ചകൾ ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡീൽ പൂർത്തിയായിട്ടില്ല. ഇനി നാലാമത്തേത് ലിയാൻഡ്രോ പരേഡസ് ആണ്. ഈ അർജന്റീൻ സൂപ്പർ താരം അർജന്റീനയിലേക്ക് തന്നെ മടങ്ങിയെത്തുകയാണ്. ബൊക്ക ജൂനിയേഴ്സ് ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത്. റോമ വിട്ടുകൊണ്ടാണ് പരേഡസ് അർജന്റീനയിലേക്ക് മടങ്ങിയെത്തുന്നത്. അഞ്ചാമത്തേത് ഡാർവിൻ നുനസ് ആണ്. ഈ സ്ട്രൈക്കറെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ ഇറ്റാലിയൻ ക്ലബ്ബായ നാപ്പോളി തുടരുകയാണ്. നേരത്തെ തന്നെ താരത്തിന്റെ ക്യാമ്പുമായി നാപ്പോളി ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷെ അത് ഫലം കാണാതെ പോവുകയായിരുന്നു. എന്നാൽ ആ ചർച്ചകൾ തുടരാനാണ് ഈ ഇറ്റാലിയൻ ക്ലബിന്റെ തീരുമാനം. സൗദി അറേബ്യയിലെ ക്ലബ്ബുകൾക്കും ഡാർവിൻ നുനസിൽ ഇപ്പോൾ താല്പര്യമുണ്ട്. ആറാമത്തെ താരം ഏഞ്ചൽ കൊറേയാണ്. അർജന്റീൻ താരമായ ഇദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡ് വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മെക്സിക്കൻ ക്ലബ്ബായ ടൈഗ്രസ് ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഫാബ്രിസിയോ റൊമാനോ ഇക്കാര്യം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഏഴാമത്തെ താരം തിയോ ഹെർണാണ്ടസ് ആണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അൽ ഹിലാൽ തുടരുകയാണ്. AC മിലാന് വീണ്ടും ഒരു ഓഫർ നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഈ ഒരു സൗദി ക്ലബ്ബ് ഉള്ളത്. പക്ഷേ തിയോ ഹെർണാണ്ടസ് ഇതുവരെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. എട്ടാമത്തെ താരം അത് ജോവോ പെഡ്രോയാണ്. ഈ ബ്രൈറ്റൺ താരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ചെൽസി തുടരുകയാണ്. മാത്രമല്ല ന്യൂകാസിൽ യുണൈറ്റഡിനും ഈ താരത്തിൽ താല്പര്യമുണ്ട്. അവർ ബ്രൈറ്റനെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒൻപതാമത്തെ താരം ലുക്കാസ് വാസ്കസ് ആണ്. ഈ താരം റയൽ മാഡ്രിഡ് വിടുകയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. തുർക്കിഷ് ക്ലബ്ബായ ഫെനർബാഷയാണ് ഇപ്പോൾ ഈ താരത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഹൊസെ മൊറീഞ്ഞോക്ക് താല്പര്യമുള്ള താരമാണ് ലുക്കാസ് വാസ്കസ്. പത്താമത്തേത് അർജന്റീൻ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് ആണ്. ഈ ഗോൾ കീപ്പറെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് താല്പര്യമുണ്ട്. പക്ഷേ താരത്തിന് വേണ്ടി 40 മില്യൺ പൗണ്ട് ചിലവഴിക്കേണ്ടി വന്നേക്കും. അതാണ് ആസ്റ്റൺ വില്ല ആസ്കിംഗ് പ്രൈസ് ആയിക്കൊണ്ട് കണ്ടുവച്ചിട്ടുള്ളത്. യുണൈറ്റഡിന്റെ ഗോൾ കീപ്പറായ ഒനാനയുടെ ഭാവിയും ഇവിടെ സുപ്രധാനമാണ്. ഇനി 11ാമത്തെ താരം എമി ബൂണ്ടിയയാണ്. ഈ അർജന്റീൻ താരത്തെ കൈവിടാൻ ആസ്റ്റൺ വില്ല ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. 20 മില്യൺ പൗണ്ടാണ് അദ്ദേഹത്തിന്റെ വിലയായിക്കൊണ്ട് ആസ്റ്റൺ വില്ല കണ്ടുവച്ചിട്ടുള്ളത്. ബൂണ്ടിയക്ക് വേണ്ടി ലീഡ്സ് യുണൈറ്റഡ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി 12ാമത്തേത് ന്യൂകാസിൽ യുണൈറ്റഡിന്റെ സൂപ്പർ സ്ട്രൈക്കറായ അലക്സാണ്ടർ ഇസാക്കാണ്. ഈ താരത്തിന് വേണ്ടി ശ്രമിക്കാൻ ലിവർപൂൾ തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഒരു വലിയ ഓഫർ തന്നെ ലിവർപൂൾ നൽകിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. 13 തോമസ് ഫ്രാങ്ക് ആണ്. അതായത് ടോട്ടൻഹാമിന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് തോമസ് ഫ്രാങ്ക് ഇപ്പോൾ ചുമതലയേറ്റിട്ടുണ്ട്. പോസ്റ്റ്കോഗ്ലുവിന്റെ പകരമായിക്കൊണ്ടാണ് തോമസ് ഫ്രാങ്ക് ഇപ്പോൾ ടോട്ടൻഹാമിൽ എത്തിയിട്ടുള്ളത്. 14 സാവി സിമൺസ് ആണ്. RB ലീപ്സിഗിന് വേണ്ടിയാണ് സാവി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ചെൽസിക്ക് താല്പര്യമുണ്ട് എന്നാണ് റൂമറുകൾ. 15 കോഡി ഗാക്പോയാണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ ബയേണിന് താല്പര്യമുണ്ട്. കൂടാതെ മിറ്റോമയെ കൂടി അവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതായത് നിക്കോക്ക് വേണ്ടി ബയേൺ ശ്രമിച്ചിരുന്നു, പക്ഷെ അത് ഫലം കണ്ടില്ല. ഇതോടുകൂടിയാണ് കോഡി ഗാക്പോ അതുപോലെ തന്നെ മിറ്റോമ എന്നിവരിലേക്ക് ബയേണിന്റെ ശ്രദ്ധ തിരിഞ്ഞിട്ടുള്ളത്. ഇനി 16ാമത്തെ താരം അത് ജേഡൻ സാൻജോയാണ്. ഈ താരം നാപ്പോളിയിലേക്ക് പോവുകയാണ്. ഈ ഇറ്റാലിയൻ ക്ലബിനോട് സാൻജോ ഇപ്പോൾ യെസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 25 മില്യൺ യൂറോയാണ് വിലയായിക്കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ കണ്ടുവച്ചിട്ടുള്ളത്. സാൻജോ യുണൈറ്റഡിൽ തുടരില്ല. അദ്ദേഹം ഇപ്പോൾ നാപ്പോളിയിലേക്ക് പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും അപ്ഡേറ്റുകളാണ് ഈ ഒരു എപ്പിസോഡിൽ പങ്കുവെക്കാനുള്ളത്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം.